ഡോക്ടർ ഈ ഫ്രോസൺ ഷോൾഡർ ഈ ഒരു രോഗം നമുക്ക് കൂടാൻ വേണ്ടിയിട്ട് എന്തൊക്കെയായിരിക്കും അതിനകത്തേക്ക് അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ? അതായത് ഫ്രോസൺ ഷോൾഡർ ഉള്ള ആൾക്കാർക്ക് എല്ലാവർക്കും അത് ഫ്രോസൺ ഷോൾഡർ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യണമെന്നില്ല. സോ, ഈ റെസ്ട്രിക്റ്റഡ് മൂവ്മെന്റ് ആണ് അതിന് പറയുന്ന മെയിൻ സിംപ്റ്റം എന്ന് പറയുന്നത്. സോ, റെസ്ട്രിക്റ്റഡ് മൂവ്മെന്റ്സ് ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾട്ടർനേറ്റീവ്ലി ഫുൾ ഫ്രീസ് ആയി ഇൻഫ്ലമേഷൻ ആയിട്ട് നീര് കയറിയിരിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി മൂവ്മെന്റ് റെസ്ട്രിക്റ്റഡ് ആവും. നമ്മൾ റെസ്റ്റ് കൊടുത്താൽ പയ്യെ പയ്യെ അത് കമ്മിയായി വരും എന്ന് കരുതി കാലാകാലം നമുക്ക് അങ്ങനെ റെസ്റ്റ് കൊടുത്തിരിക്കാനും പറ്റില്ല. പക്ഷേ നമ്മൾ ഈ എന്താണ് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചെയ്യുന്നതനുസരിച്ച് അത് കൂടിക്കൊണ്ടേയിരിക്കും. അതായത് ഇപ്പോൾ ഷോൾഡർ റൊട്ടേഷൻ അതാണ് മെയിൻ. റൊട്ടേഷൻ ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ റൊട്ടേഷൻ ഉള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. നമുക്ക് എന്തിനെങ്കിലും കൈ ബാക്കിലേക്ക് കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഇങ്ങനെ കൈ കൊണ്ടുവരണം. ഇതിനെല്ലാം ഈ റൊട്ടേഷൻ റിലേറ്റഡ് ആണ്. അപ്പോൾ ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലും നമുക്ക് ആവശ്യമാണ് ചെയ്തേ പറ്റൂ എന്ന് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ ആരായാലും ചെയ്തു പോകും. അത് ഇതിന് ഭയങ്കരമായിട്ട് ദോഷം ചെയ്യുന്ന ഒന്ന് കാര്യമാണ്. രണ്ടാമത് വെയിറ്റ് ലിഫ്റ്റിംഗ്. നമ്മളിപ്പോ ഇപ്പം നല്ല വെയിറ്റുള്ള ഒരു 5 കെജിയോ അല്ലെങ്കിൽ 10 കെജിയോ ഒന്നും വേണ്ട. വെയിറ്റില് ഗ്യാസ് തീർന്നു. ഗ്യാസ് മാറ്റണമെങ്കിലും അത്യാവശ്യം നമ്മള് വെയിറ്റ് എടുക്കുന്ന ഒരു കാര്യങ്ങൾ ചെയ്ത് തന്നെയല്ലേ പറ്റുള്ളൂ. അപ്പൊ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്ത് വരുമ്പഴും ഇതെല്ലാം നന്നായിട്ട് അഫക്റ്റ് ചെയ്യും. അഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അകത്ത് ഇഞ്ചുറി പറ്റാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ, പിന്നെ ഈ ഫ്രോസൺ ഷോൾഡർ കുറച്ച് കൊണ്ടുവരാൻ എത്രത്തോളം അത് അഫക്റ്റഡ് ആവുന്നോ, അല്ലെങ്കിൽ എത്രത്തോളം ട്രോമ അതിനുള്ളിൽ ഉണ്ടാവുന്നോ, അതിനനുസരിച്ച് കുറച്ച് കൊണ്ടുവരാൻ അത്രയും ടൈം എടുക്കും. ഇപ്പൊ ഇത് ഉണ്ടായി വരാൻ 1 വർഷമോ 2 വർഷമോ 4 വർഷമോ എടുക്കുന്നുന്നിരിക്കട്ടെ. അത് കുറയ്ക്കാൻ എല്ലാവരും ഇപ്പം പലരും എൻ്റെ അടുത്ത് വന്നിട്ട് 3 ദിവസം കൊണ്ട് കുറച്ച് തരുമോ? 5 ദിവസം കൊണ്ട് കുറച്ച് തരുമോ? അങ്ങനെ ചോദിക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. ആർക്കും സമയമില്ല. അതുപോലെ തന്നെ അതിനുവേണ്ടി ബുദ്ധിമുട്ടാൻ ആർക്കും വയ്യ താനും. പക്ഷെ ആ ലിമിറ്റഡ് ടൈം കൊണ്ട് ശരിയാക്കി തരുന്ന ആൾക്കാർ തിരിച്ച് തിരിച്ച് ചിന്തിക്കുന്നില്ല. ഞാൻ എത്ര കാലം കൊണ്ട് ഉണ്ടാക്കിയെടുത്തതാണിത് എന്ന് ചിന്തിക്കുന്നില്ല. അപ്പം എന്ത് ചെയ്തൂടോ അത് ചെയ്യും. അത് അവരെയും കുറ്റം പറയാൻ പറ്റില്ല. അവർക്ക് അവരുടെ ജോലി ചെയ്തേ പറ്റൂ. എല്ലാ കാര്യങ്ങളും നോക്കിയേ പറ്റൂ. സ്വാഭാവികമായിട്ടും ചെയ്തു പോവും. പക്ഷെ അതിന് ചെയ്യേണ്ടിയിരുന്നത് ചെറിയൊരു ബുദ്ധിമുട്ട് വരുമ്പഴേ അതിന് വേണ്ടിയ ട്രീറ്റ്മെന്റ് എന്താണോ അത് ചെയ്ത് മാറ്റുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമില്ല. നമുക്ക് വെയിറ്റ് എടുക്കാം. അല്ലെങ്കില് എന്ത് മൂവ്മെന്റ്സ് ആണെങ്കിലും കൊടുക്കാം. പക്ഷേ ഇത് ഇരുന്ന് അഗ്രവേറ്റ് ചെയ്ത് അത് അതിന്റെ ഫൈനൽ സ്റ്റേജിലെത്തുക, അല്ലെങ്കിൽ സെക്കൻഡ് സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞാല് പിന്നെ അത് തിരിച്ച് റിവേഴ്സ് ചെയ്തെടുക്കാൻ കുറച്ചധികം ടൈം എടുക്കും. അപ്പൊ അത് നമ്മള് കെയർ ചെയ്ത് വേണം ഈ റിസ്ക്കുള്ള ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട്. അപ്പൊ അത് ചെയ്യാതിരുന്നിട്ട് പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല.